അങ്ങനെ അല്ലിമുക്കിൽ നിന്നും നേരെ അച്ചൻകോവിലേക്ക്. അച്ചൻകോവിൽ വഴി മേക്കരെ പോകുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഒരുപാട് വിഷ്വൽസ് മിസ്സായിട്ടുണ്ട്. എന്നാലും നമ്മൾ പോണ വഴിയിലുള്ള എല്ലാ വിഷ്വൽസും നമ്മൾ പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയത് നല്ല വേനൽക്കാലത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് ആ ഒരു ബ്യൂട്ടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് വെയിലും നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയം മഴക്കാലമാണ്. പരമാവധി അവിടെ സെക്യൂറായിട്ട് പോയിട്ട് വരാൻ നോക്കുക. വന്യജീവിയൊക്കെ ഉള്ളതാണെന്നാലും നിങ്ങൾ പരമാവധി പോയി വരാൻ നോക്കുക. ഈ മഴക്കാലത്ത് അടിപൊളി വ്യൂ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം നിങ്ങൾ പോയി നേരിട്ട് കാണേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല പഴയ ഒരു സിനിമ കാണുന്ന പോലെയാണ്. പഴയ ഒരു സിനിമയിലുള്ള കടകളും കാര്യങ്ങളും മരങ്ങളും ആ ഒരു ബ്യൂട്ടി ഉണ്ട് അവിടെ. പക്ഷെ അഴുക്ക റോഡാണ്. എങ്ങനെയോട് കൂടി വരിക. പക്ഷെ കൊള്ളാം കേട്ടോ. നമ്മൾ ഈ ദേശത്തോടുകൂടെയാണ് അന്ന് രാത്രി വന്നത്. പക്ഷെ രാത്രി വന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇന്ന് നന്നായിട്ട് നല്ല എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആ സ്കൂള് കാണുമ്പോൾ കയറി പഠിക്കാൻ തോന്നും. ഈ സമയത്ത് എന്തായാലും നമ്മൾ ഇനി പഠിക്കാൻ പറ്റത്തില്ല. നല്ല വെയിൽ കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ വെള്ളം കുടിക്കുന്നുണ്ട്. വൈകിട്ട് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണ ആ മനോഹാരിത കണ്ടോ നിങ്ങൾ? അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടതിന് ശേഷം അച്ചൻകോവിലെത്തി. അതിന് നേരെ നമ്മൾ പോണത് മേക്കരയാണ്. കഴിഞ്ഞിട്ടുണ്ട്. ഇത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസാണ്. ഇനി മേക്കര റോഡാണ് നമ്മൾ പോകുന്നത്.
ആനേനെയും കാട്ടുപോത്തിനെയൊക്കെ പ്രതീക്ഷിച്ച് വന്ന് നമുക്കൊരു മയിലിനെങ്കിലും കാണാൻ കഴിഞ്ഞു. ഈ ഒരു ഇത്രയും ദൂരം വന്നതിന് ശേഷം നമ്മളൊരു 2 മയിലിനെ കണ്ടു. അതാണ് വലിയൊരു കാഴ്ച നമ്മൾ കണ്ടത് മൃഗങ്ങളായിട്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നോ പാർക്കിങ്ങും ഒരു അപാകത നടന്ന സ്ഥലത്താണ് നോ പാർക്കിംഗ് ഒക്കെ ഇട്ടേക്കുന്നത്. അവിടെ പിണ്ടം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, വേറെ സീനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വന്നതിൽ നമ്മൾ മെയിനായിട്ട് മിസ് ചെയ്തത് ഈ ഒരു വാട്ടർഫാൾസ് ആയിരുന്നു. വേനൽക്കാലത്ത് വന്നുകൊണ്ടായിരിക്കാം അത് അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ പണി നടക്കുവാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും അത് അടച്ചിട്ടേക്കായിരുന്നു. വേനൽക്കാലമായിരിക്കും, അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും അടച്ചിട്ടേക്കുന്നത്. നമ്മളിപ്പോൾ കുമ്പരട്ടി വാട്ടർഫാൾസിൽ ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് വാട്ടർഫാൾസ് അടച്ചിട്ട് വെക്കുകയാണ്. നമ്മൾ രണ്ടും പെട്ട്. ഇവിടെ വെള്ളമൊന്നുമില്ല, ഫുള്ള് പറ്റിയിരിക്കുക. അങ്ങനെ ഞാനും ഫിറോസും കൂടെ കുമ്പൂരുട്ടി വാട്ടർഫാൾസിലെത്തി. പക്ഷെ ഇവിടെ ഒന്നും ആരുമില്ല. സത്യം പറഞ്ഞാൽ മഴയുള്ള സമയത്തൊക്കെയാണ് ഇവിടെ വരേണ്ടത്. കാരണം കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും, ഒരു രക്ഷയില്ല. കാരണം ഇവിടെയൊക്കെ നല്ല വെള്ളമുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗത്തൊക്കെ. പക്ഷെ ഇവിടെ ഇപ്പം കണ്ടില്ലേ ഗൈസ്, ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ കാലാവസ്ഥയിലൊക്കെ വരുന്നത് നല്ല സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ വൻ വിഷയം. ഞാനും അജ്മലും ഇവിടെ കഴിക്കാനിറങ്ങിയപ്പോഴാണ് അപൂർവമായ കാഴ്ച നമ്മൾ കണ്ടത്. പാറയ്ക്കകത്ത് പൊത്തിച്ചേക്കുന്ന ഒരു ടോയ്ലറ്റാണത്. ട്രാക്ടറുണ്ട്. സംഭവം ഇത് മണലാർ കുമ്പരട്ടി എന്തോ ഓഫീസാണ്ടിയാണ്. എല്ലാം അടച്ചിട്ടേക്കും. അപ്പോൾ ലേഡീസ് ടോയ്ലറ്റാ അത്. അച്ഛനെ അത് ലേഡീസാ. നല്ലൊരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരുപാട് പേരുണ്ട്, നമ്മൾ മാത്രമല്ല. ഇങ്ങനെ തുറക്കുന്ന സീൻ. ഇനി ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ച ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു സാധനം ഇടരുത്. നിങ്ങൾ വന്നാലും കഴിക്കുക, പോവുക, ഇറങ്ങി ഒറ്റ വട്ടം. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ കുരങ്ങന്മാർ വന്ന് നമ്മളെ അവിടെ നിന്ന് ഓടിച്ചതും സാധനങ്ങളിൽ ഇവിടെ എടുത്ത് വെച്ചതും അവിടെ പോയി കഴിയുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മാത്രമല്ല, ഫാമിലീസ് ഒരുപാടുണ്ട്. മേക്കരയിലോട്ടാണ്. സോ നമ്മൾ മേക്കരയിലോട്ട് പോവുകയാണ്. നമ്മൾ ചെങ്കോട്ട കയറിയാണ്. നമ്മൾ നേരെ പോകുന്നത് മേക്കര കഴിഞ്ഞ് നേരെ തെങ്കാഴ്ച തെമ്മല വഴി നേരെ വീടാണ്. ഈ ഏരിയ നല്ല തണുപ്പുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഈ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. താഴോട്ടാണ് മേക്കര എന്ന ഗ്രാമം, തമിഴ്നാടും തെങ്കാശിയൊക്കെ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ താഴോട്ട് പോകണം. അപ്പോൾ ആ കാണുന്നതാണ് മേക്കര എന്ന ഗ്രാമം. മേക്കര ഇതാണെന്നാണ് മേക്കര പറയുന്നത്. പാലരി മെട്രി
അങ്ങനെ നമ്മൾ രാവിലെ അല്ല ഉച്ചയ്ക്ക് തുടങ്ങിയ യാത്ര ഇവിടെ മേക്കര എത്തിയിട്ടുണ്ട്. മേക്കര എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമമാണ് ഈ ലേക്ക് കാണുന്നത്. അടിപൊളിയുണ്ട്. അടിപൊളി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്. ഇത് സ്ഥലം സ്ഥലം എങ്ങനെയുണ്ട് മേക്കര? ഒരു വൺ ഡേ ട്രിപ്പിനെ കൊള്ളാല്ലേ? വൺ ഡേ ടിപ്പറല്ല, വൺ ഡേ ട്രിപ്പിന് എന്നുവെച്ചാൽ അവിടുന്ന് പുനലൂരിന്ന് അല്ലിമുക്ക് വഴി നേരെ നമ്മള് ആനക്കുളം ഇറങ്ങി. ആനക്കുളത്തുനിന്ന് നേരെ പിന്നെ അച്ചൻകോവിലോട്ട് വരണം. അച്ചൻകോവിലിൽ നിന്ന് നേരെ നമ്മളിങ്ങനെ മേക്കര ഇറങ്ങാനുള്ള വഴി ഇറങ്ങി വരാൻ നേരത്ത് ഒരു വൺ ഡേ ട്രിപ്പാണ്, ഫുള്ള് വൺ ഡേ ട്രിപ്പ്. പക്ഷേ വെള്ളമൊന്നുമില്ല. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല. മഴക്കാലത്തൊക്കെ വന്നാൽ വെള്ളമൊക്കെ കാണും, അതുകൊണ്ട് അവിടെ വാട്ടർഫാൾസൊക്കെ തുറന്നു തരും. പക്ഷെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ തുറന്നു തരത്തില്ല, വെള്ളമില്ലാത്തതുകൊണ്ട്. ഇവിടെ തന്നെ വരുന്നത് കണ്ണാച്ചിയുടെ ഏതോ വെള്ളമാണ്. പക്ഷെ അടിപൊളി സ്ഥലമാണ് മേക്കര, ഒരു പഴഞ്ചൻ ഏരിയ, നല്ല സ്ഥലമാണ്. നേരെ മേക്കരയിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് തമിഴ്നാട്ടിൽ പോയിട്ടാണ്. തമിഴ് പ്രദേശങ്ങളാണ് ബാംഗ്ലൂർ വൈബ്. ആർക്കും തണുപ്പ് ഇഷ്ടമല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ഐസൊന്നും കഴിക്കത്തില്ല. തണുപ്പ് വേണോ? കേരളക്കാരെ തണുപ്പ് വേണ്ടെന്നാണ് എത്ര പേര് വന്ന് കുടിക്കുന്നത്. അവർക്ക് ആർക്കും വേണ്ട വേണ്ട തണുപ്പ് വേണ്ട. അവിടെ ഭയങ്കര ചൂടാ. ഇത് കുടിക്കുന്ന കൂടുതൽ ചൂടായിട്ട് പിന്നെ ശരീരത്തിൽ ദീനം ഉണ്ടാവുന്നു. കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിലുള്ളവരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ആർക്കും കരിമീൻ ജ്യൂസിന് തണുപ്പ് വേണ്ടെന്നാണ് പറയണത്. മുതുക്ക് ചൂടും കൊണ്ട് ഇങ്ങോട്ട് വന്ന് തണുപ്പ് വേണ്ടെന്ന് പറയുന്നവരെ കൈയടിച്ച് സ്വീകരണം ചെയ്യണം. ഇല്ലാതെ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഫുള്ള് മാങ്ങാത്തോട്ടങ്ങളാണ്. അപ്പം നമ്മളതിന് പോവുകയാണ്. ഇനി ഇവിടെ ഒന്നും കാണാനില്ല. ചേട്ടനൊക്കെ നോക്കുന്നു. കേരളത്തിൽ ധാരണ നമ്മളിനി പോവുക. ഇവിടെ ഇനി മേക്കര എന്ന് പറയുന്ന ഗ്രാമം തീർന്നു. ഒരു വൺ ഡേ ട്രിപ്പിന് ഒരു രക്ഷയില്ല. സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. കൊള്ളാമുണ്ട്. അവിടെ ചക്കപ്പഴം വരെ ഇരിക്കുന്നുണ്ട്. ചക്കപ്പഴം വരെ അടിപൊളി ഏരിയ എടുക്കാം. ഏതാണ്ടിപ്പോൾ തമിഴ് വായിക്കാരേക്ക് വായിച്ച് മതിയോ ഇവിടെ എത്തിക്കുന്നു. ഓ രക്ഷയില്ല. രണ്ട് തമിഴ് പസങ്ങളെ അജ്മലിനെ കേരള റൈഡറിന് കേട്ടാങ്ക കണ്ണാടി ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കേരള റൈഡറാണോന്ന് തമിഴ് പസങ്ങളെ. നമ്മൾ വെള്ളം കുടിച്ച ചേട്ടൻ എറണാകുളത്തുണ്ടായിരുന്നു. അഞ്ചലൊക്കെ അറിയാം. ഇവിടെ എല്ലാവർക്കും മലയാളമൊക്കെ അറിയാം. ഒരു രക്ഷയില്ലാത്ത ട്രിപ്പായിരുന്നു. പെരുന്നാളിൽ നമ്മൾ ജസ്റ്റ് ഞാനും അജ്മലും മാത്രം വന്നൊരു ട്രിപ്പാണ്. അച്ചൻകോവിൽ കാണാൻ പറ്റിയിട്ട് 5 മിനിറ്റാണ്. ഞാൻ അച്ചൻകോവിൽ കാണാൻ വന്നായിരുന്നു. അന്നത്തെ സമയം ഇരുട്ടായിരുന്നു. ഇരുട്ടിൻ്റെ പിറകിലാണ് അച്ചൻകോവിൽ കർണാടകയിൽ. നമ്മളൊരു ബാംഗ്ലൂർ വൈബുള്ളൊരു സ്ഥലങ്ങളാണ്, തമിഴ്നാട് ഏരിയകളിൽ. അതിൻ്റെ പേരിൽ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് വന്നതാണ് അച്ചൻകോവിൽ കാണാൻ. எல்லாமே ஹெல்மெட் இல்லாத போயிட்டே இருக்கு. ரயில்வே ஸ்டேஷன் இந்த ஊரில் வந்து ஆறும் தமிழ் பேசுவேன். കാലിൻ്റെ പക്കത്ത് ഇருக்கு വണ്ടി ഇങ്ങനെ പൊക്കോട്ടേ ഇருக்கு. ഏത് വഴിയെന്ന് എനിക്ക് അറിയാതെ കൂടാതെ இந்த வழி கூட நீ வந்துட்டா? இந்த வழி நான் வரேன். இந்த வழി നമ്മൾ ആദ്യമായിട്ട് വന്നിരിക്കും. നമ്മൾ എന്താ क्या വഴി എന്നൊന്നും ഹെൽമെറ്റ് ഇല്ലേ? എന്താ കോവിൽ കാണുന്ന അടിപൊളി തന്നെ. ചലോ നമ്മൾ നേരെ ശബരിമല. നമ്മൾ ശബരിമല റൂട്ട് നേരെ പോകുന്നത് അഞ്ചലിലോട്ടാണ്.
അങ്ങനെ ഇനി കുറച്ചുകൂടെ പോയാൽ ഇനി നമ്മൾ കൊളുത്തൂപ്പഴയെത്തും, പിന്നെ നേരെ നമ്മുടെ അഞ്ചല്, പിന്നെ അതിനുശേഷം വീട്. അപ്പം ഈ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. അപ്പം കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ബൈ, ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.